നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ വചനമാകുന്ന മന്നയുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ, മാറ്റമില്ലാത്ത വചനത്തിൽ, യോഹന്നാനുണ്ടായ വെളിപ്പാടിലൂടെ നാം ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുദ്രയേറ്റവരുടെ ആ ഗോത്രത്തിൽ, അതായത് ഇസ്രായേലിൻ്റെ ഗോത്രസംഖ്യകൾ, ഗോത്രങ്ങളിൽ മുദ്രയേറ്റവരുടെ എണ്ണം വെളിപ്പെടുത്തുന്നത് നമുക്ക് വളരെ അനുഗ്രഹകരമായ ഒരനുഭവമാണ്. ഇവിടെ 7-ാം അധ്യായം 5-ാം വാക്യമാണ് ഇന്ന് നമുക്ക് മന്നയായി ലഭിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം. മുദ്രയേറ്റവർ, നെറ്റിയിൽ മുദ്രയുള്ള 144,000 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ സംഖ്യ ഓരോ ഗോത്രത്തിൽ നിന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഇവിടെ ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കാര്യം, ഒരു ഗോത്രം ഇതിനകത്തില്ല. 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രം ഇവിടെ ഇല്ല. അതിന് പകരമായിട്ട് ജോസഫിൻ്റെ ഗോത്രം എന്ന് പറഞ്ഞിട്ട് ജോസഫിനെ ഇവിടെ ചേർത്തിരിക്കുന്നു. മനശ്ശെയുണ്ട്, ജോസഫ് ഗോത്രമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് ഇല്ലാത്തത്? ഒരു ഗോത്രത്തിൻ്റെ പേരില്ല. ഇവിടെ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ, യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000. ഈ മുദ്രയേറ്റവരുടെ ഇവരുടെ 3 പേരുടെയും പേര്, ഇവരുടെ 3 പേർക്കുള്ള അനുഗ്രഹങ്ങളും ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലും നാം കാണുന്നുണ്ട്. അവർക്ക് യാക്കോബ് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ. എന്നാൽ യഹൂദ എന്ന് പറഞ്ഞാൽ, യഹൂദ ഗോത്രമാണ് മരുഭൂമി യാത്രയിൽ ആദ്യത്തെ ഗോത്രമായിട്ട്, കിഴക്കുള്ള ഗോത്രമായിട്ട് അവരെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ ബാക്കി 3 ഗോത്രങ്ങൾ കാണുന്നത്. ഇവിടെ യഹൂദ ഗോത്രത്തിൽ 12,000 പേര് മുദ്രയേറ്റെന്ന് പറയുമ്പം ഇത് നമ്മെ മനസ്സിലാക്കി തരുന്നത് ഇവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നാം പഠിക്കണം. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് മുദ്രയേൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ പഴയ സ്വഭാവങ്ങൾ വെച്ചാണെങ്കിൽ നമുക്ക് സാധ്യമല്ല. യഹൂദയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം, യഹൂദ ജനിച്ചപ്പോൾ തന്നെ യഹൂദയ്ക്കൊരു പേര് കൊടുക്കുകയുണ്ടായി. സഹോദരന്മാരുടെ ഇടയിൽ എന്താണ് യഹൂദയെക്കുറിച്ച് പറയുന്നത്? ഞാൻ യഹോവയെ സ്തുതിക്കുമെന്നാണ് യഹൂദയ്ക്ക് കൊടുത്തതായ പേരിൻ്റെ അർത്ഥമെന്ന് ഉൽപ്പത്തി പുസ്തകം വെളിപ്പെടുത്തുന്നു. ഞാൻ യഹോവ, കാരണം ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും ലേയ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ഭാര്യയായ ലേയയ്ക്ക് ദൈവം കൊടുത്ത ഓരോ മക്കൾക്കും പേരിടുമ്പം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. എന്നാൽ യഹൂദയ്ക്ക് പേര്, യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ യഹോവയെ സ്തുതിക്കുമെന്നാണ്. അപ്പോൾ മാത്രമല്ല, യഹൂദ ഗോത്രം എന്ന് പറയുന്നത് ആദ്യത്തെ ഗോത്രമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും അവരുടെ പുറപ്പാടിൻ്റെ അവസ്ഥയിലെല്ലാം ആദ്യത്തെ ഗോത്രമായിരുന്നു എന്ന് കാണുമ്പോൾ, ഈ യഹൂദ ഗോത്രത്തെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം തരുന്നത്, സഹോദരന്മാരുടെ ഇടയിൽ ജോസഫിനെ വിറ്റുകളയുവാൻ മുൻകൈ എടുത്ത ആളാണെങ്കിലും അദ്ദേഹത്തിന് താൻ ആരാണ്, തൻ്റെ അവസ്ഥ മനസ്സിലായത് താമാറുമായിട്ടുള്ള ബന്ധത്തിലാണ്. താൻ പെട്ടുപോയ കാര്യം മനസ്സിലാക്കുന്നത് താമാറുമായിട്ടുള്ള ബന്ധത്തിലാണ്. ബലഹീനത നമ്മെ പലപ്പോഴും എന്തു ചെയ്യും? നമ്മളുടെ ബലഹീനതകൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കാം, നമ്മളെ താഴ്ചയിലേക്ക് നയിക്കാം. എന്നാൽ യഹൂദ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയുമായി ബന്ധപ്പെടുത്തിയാണ് യഹൂദ ഗോത്രത്തെ നാം വെളിപ്പാടിൽ കാണുന്നത്. യൂദയിലെ സിംഹമായവൻ കർത്താവായ യേശു ക്രിസ്തു യൂദയിലെ സിംഹമാണ്. യഹൂദ ഗോത്രത്തിൽ ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ദാവീദ് രാജാവിൻ്റെ രാജവംശത്തിലേക്ക് മനുഷ്യരെ രക്ഷിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നപ്പോൾ യഹൂദ ഗോത്രത്തിൻ്റെ മഹിമ എത്ര വലിയതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 43 വളരെ വ്യക്തമായിട്ട് ആ വഴിത്തിരിവിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ രൂബേൻ ഗോത്രത്തിൽ എത്രയാണ്? 12,000. രൂബേൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വെള്ളം പോലെ തുളുമ്പുന്നവൻ, ഒരു സ്ഥിരതയില്ലാത്തവനെന്നാണ് അർത്ഥം. അങ്ങനെ ഒരു പേര് കൊടുക്കുവാൻ അദ്ദേഹത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കണം. വെള്ളം പോലെ തുളുമ്പും. ഉൽപ്പത്തി പുസ്തകം 49:4 അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെള്ളം പോലെ തുളുമ്പും. ഒരു അങ്ങോട്ട് എന്താണ്, കുറച്ച് പൈസ കൊടുത്താൽ ദൂതായിപ്പഴം തരാം,
അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ മതി, ആഹാരം കൊടുത്താൽ, ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു സ്വഭാവമുള്ളവനായിരുന്നു രൂപേൻ. എന്നിട്ടും മുദ്രയേറ്റവർക്ക് മുദ്രയിട്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചപ്പോൾ രൂബേൻ ഗോത്രത്തിലും എത്ര ഉണ്ട്? 12,000 ഉണ്ട് എന്നുള്ളതായ ആ ഒരു അനുഭവം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 35:22 ഒരു കാര്യം രൂബേനെക്കുറിച്ച് വായിക്കുന്നത് നമുക്കൊന്ന് ചിന്തിച്ച് കടന്നു പോകാം. രൂബേനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 35:22 യാക്കോബിൻ്റെ പുത്രന്മാർ 12 പേരായിരുന്നു. ലേയയുടെ പുത്രന്മാർ യാക്കോബിൻ്റെ ആദ്യജാതൻ രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, സെബുലൂൻ എന്നുള്ളവരാണ്. അവരുടെ പേര് ലേയയുടെ മക്കളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതിലാദ്യത്തെ മകനായ രൂബേൻ, രൂബേൻ ഗോത്രത്തിൽ രൂബേനാണ് ആദ്യത്തെ മകൻ എന്ന് വളരെ വ്യക്തമാക്കുമ്പോൾ ജോസഫിന് ജന്മാവകാശം കിട്ടണമെന്ന് ഓർത്തവൻ എന്ത് ചെയ്തു? അസൂയപ്പെട്ട വ്യക്തിയാണെന്നും പറയുന്നുണ്ട്. എന്നാൽ എന്താണ്, ഒരു ഭീരുവായതുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങനെ ജോസഫിൻ്റെ ജന്മാവകാശം എന്ന് പറയുമ്പോൾ ജോസഫാണ് ഇവരെ എല്ലാവരെയും രക്ഷിക്കുന്നത്. ജോസഫ് പിതാവിനാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. മൂത്ത ആൾക്ക് കിട്ടേണ്ടതായ എല്ലാ അവകാശങ്ങളും കൂടുതൽ ലഭിച്ചത് ജോസഫിനാണെന്ന് ഉൽപ്പത്തി പുസ്തകം വെളിപ്പാകുന്നുണ്ട്. നമ്മൾ ക്രമമായിട്ട് പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കി തരികയുള്ളൂ. അപ്പോൾ റാഹേലിൻ്റെ മൂത്ത മകനാണ് ജോസഫ്. ലേയയുടെ മൂത്ത മകനായ രൂബേന് ആ അവകാശം കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം ജോസഫ് എന്ത് ചെയ്തു? അപ്പന് ഇഷ്ടനായി വളർന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് രൂബേന് ചെറിയ അസൂയ ജോസഫിനോട് ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇനി ഗാദെന്ന് പറഞ്ഞാൽ നല്ല ഭാഗ്യമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഗാദ് കവർച്ചപ്പട അവനെ ഞെരുക്കിയപ്പോഴും അവരുടെ പിൻപടയെ ഞെരുക്കുന്ന തരത്തിൽ ഗാദ് എന്ത് ചെയ്തു? വളർച്ച പ്രാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. അപ്പം പ്രലോഭനങ്ങളിൽ കീഴടക്കപ്പെട്ടിട്ടും ശക്തിയിൽ വിടുതലിന് വേണ്ടി എന്തു ചെയ്തു? അവൻ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ദൈവത്തെ പിൻപറ്റിയ ഒരു വ്യക്തിയായിരുന്നു ആ ഗാദ്. ഈ വ്യക്തികളെ, ഈ 3 ഗോത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ഇവർ 3 പേരും 3 ഗോത്രങ്ങളും ദൈവത്തിൻ്റെ മുദ്രയേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടു. അവർ മുദ്രയേറ്റവരുടെ കൂട്ടത്തിലായി. ഈ ഭൂമിയിലായിരിക്കുമ്പം നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ടി നാം കരുതുകയും സ്നേഹിക്കുകയും ദൈവത്തെ പിൻപറ്റുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളിൽ വീഴ്ചകളും താഴ്ചകളും നമ്മുടെ ജഡസ്വഭാവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ വെളിപ്പെട്ടാലും കർത്താവിനെ പിൻപറ്റുവാൻ നാം തീരുമാനമെടുത്ത് അവിടുത്തെ മുദ്രയേറ്റ മക്കളായി തീരുമ്പോൾ മുദ്രയേറ്റവർ പിന്നെ എന്ത് ചെയ്തില്ല? എല്ലാ അഴുക്കിൽ നിന്നും മാറ്റപ്പെട്ടവരായിത്തീരും. അഴുക്കാടുന്നവനിനി അഴുക്കാടട്ടെ, നീതി ചെയ്യുന്നവനിനിയും നീതി ചെയ്യട്ടെ. ദൈവത്തിൻ്റെ മുദ്ര നമ്മുടെ നെറ്റിയിലിടുമ്പോൾ ആ മുദ്രയ്ക്കൊത്ത പ്രവൃത്തി നമ്മളിൽ ഉണ്ടായി കർത്താവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം, ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണം അവരുടെ മുൻനിരയിൽ ദൈവം നമ്മളെയും ചേർക്കുന്ന അനുഭവം പ്രാപിക്കുവാൻ യോഹന്നാൻ ദൈവത്തിൻ്റെ ആലോചന നമ്മോട് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മുദ്ര ഓരോരുത്തർക്കും ഇട്ടുതീരുവോളം ഭൂമിയിൽ ഒരു കേടും വരുത്തരുതെന്നുള്ളതായ ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കുവാനുള്ള സമയങ്ങളാണ്. അതിനായിട്ട് നമ്മളെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ മുദ്രയേറ്റവരെ മറ്റാർക്കും ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം കഴിയത്തില്ല. മുദ്രയെക്കുറിച്ച് ധാരാളം പഠിക്കുവാനുണ്ട്. എന്നാൽ കർത്താവിൻ്റെ മുദ്രയേറ്റവർക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം അനുഗ്രഹമേറിയ ഭാഗ്യകരമായ അവസ്ഥകളെ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശ്വസ്തനും എത്രയും വേഗം വന്ന് തൻ്റെ മക്കളെ തിരുസന്നിധിയിൽ ചേർക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതത്തിൽ അവിടുത്തെ വചനം കേൾപ്പിച്ചതുകൊണ്ട് സ്തോത്രം. പലവിധമായ ബലഹീനതകളുള്ളതായ യാക്കോബിൻ്റെ മക്കളെ കർത്താവ് എന്നാൽ നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള അനുഗ്രഹങ്ങളെ നൽകുമ്പോൾ ആ യഹൂദ ഗോത്രത്തെ അനുഗ്രഹമാക്കിയ ദൈവം രൂപേനെ വെള്ളം പോലെ തുളുമ്പുന്നവനെങ്കിലും
ആ ജോസഫിനെ വിടുവിക്കുവാണ്ടൊക്കെവണ്ണം, ആ കുഴിയിൽ നിന്ന് വിടുവിക്കുവാണ്ടൊക്കെവണ്ണം ഉത്സാഹമുള്ളവനായി തീർന്നതിലൂടെ അവനെ കർത്താവ് തിരഞ്ഞെടുത്തത് ഞങ്ങൾ ഓർക്കുന്നു. ഗാദ് കർത്താവെ പലവിധത്തിലുള്ള പ്രതികൂലങ്ങളുണ്ടായെങ്കിലും അവൻ അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാണ്ടൊക്കെവണ്ണം കർത്താവിൽ ആശ്രയിച്ചതായിട്ട് ഞങ്ങൾ കാണുന്നു. യാക്കോബ് കൊടുത്ത അനുഗ്രഹത്തിലൂടെ അവരുടെ ജീവിതത്തിൽ പ്രാപിച്ച അനുഗ്രഹങ്ങളെ അടിയങ്ങൾ കാണുമ്പോൾ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഈ എളിയവരായ അടിയങ്ങൾ ഈ ലോകപ്പരപ്പിൽ അനുഭവിക്കുന്ന ഏത് തരത്തിലുള്ള പ്രതികൂലങ്ങളിലും തോറ്റുപോകാതിരിപ്പാൻ അവിടുത്തെ മുദ്രയേറ്റവരായി ഉറപ്പുള്ളവരായി കർത്താവ് ഞങ്ങളെ തീർക്കുമാറാക്കണമെന്ന്, അവിടുത്തെ വചനത്തിൽ ഞങ്ങൾക്ക് കർത്താവെ അടിസ്ഥാനപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യാചിക്കുന്ന പച്ച എല്ലാ കുറവുകളും പരിഹരിക്കുവാൻ കാൽവറിയിലൂറ്റിയ രക്തത്താൽ ദിനം പ്രതി ശുദ്ധീകരണം പ്രാപിച്ചവരായി വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ച് പരിശുദ്ധാത്മ ശക്തിയിലൂടെ ജീവിപ്പാൻ അടിയങ്ങൾക്ക് അവിടുത്തെ കൃപ പകരണമെന്ന് ഈ പ്രഭാതത്തിൽ യാചിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. സകലതും ഞങ്ങൾക്കായി വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.